പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വിനീതമായ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുകയാണ്. പരസ്യോഗം, ബൈബിളും ചരിത്രവും എന്ന ഒരു സബ്ജക്റ്റ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ഈ കാലയളവുകളിൽ, ഈ കാലഘട്ടത്തിൽ ധാരാളം പരസ്യോഗങ്ങൾ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സഭകളായും ഗ്രൂപ്പുകളായും ടീമുകളുമായിട്ടൊക്കെ വിവിധ നിലകളിൽ പരസ്യോഗങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. പരസ്യോഗ പാട്ടുകാരും പ്രസംഗകരും പരസ്യോഗ പ്രവർത്തകരും നമ്മുടെ സമൂഹത്തിൽ വളരെ സജീവമാണ്. ആത്മനിയോഗത്തോടെ, ആത്മശക്തിയോടുകൂടെ, ആത്മഭാരത്തോടുകൂടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആ ശുശ്രൂഷകൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ തന്നെ പരസ്യോഗങ്ങളെ അംഗീകരിക്കുന്നവരും അല്ലെങ്കിൽ പരസ്യോഗങ്ങളെ അനുകൂലിക്കുന്നവരും പരസ്യോഗത്തെ പ്രതികൂലിക്കുന്നവരും നമ്മുടെ സമൂഹത്തിൽ സുലഭമാണ്. ഈ കഴിഞ്ഞ ദിവസത്തിൽ ഒരു കർത്തൃദാസൻ പരസ്യോഗത്തെ അല്ലെങ്കിൽ പരസ്യോഗ പ്രഭാഷകരെക്കുറിച്ച് പറഞ്ഞ ഒന്ന് രണ്ട് വാക്കുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ, അത് വളരെ തരംഗമാവുകയും കുറച്ച് പേര് അതിനെ അനുകൂലിക്കുകയും എന്നാൽ ധാരാളം പേര് അതിനോട് പ്രതികൂലിക്കുകയും, പ്രത്യേകിച്ച് പരസ്യോഗങ്ങൾ ചെയ്യുന്ന കർത്തൃദാസന്മാർ, സഹോദരങ്ങൾ, ഞങ്ങൾ എന്തുകൊണ്ട് പരസ്യോഗങ്ങൾ ചെയ്യുന്നു, പരസ്യോഗം ചെയ്യുമ്പോൾ ലഭ്യമാകുന്ന ആത്മസംതൃപ്തി, ആത്മീക സന്തോഷം, അത് ദൈവം ഞങ്ങളെ ഏൽപ്പിച്ച ദൗത്യമാണ് എന്ന് അവരുടെ അനുഭവങ്ങളിലൂടെ സോഷ്യൽ മീഡിയകളിൽ വളരെ ശക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളോട് പ്രതികരിച്ച് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതായിട്ടും ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. പലരുടെയും ധാരണ പരസ്യോഗങ്ങൾ എന്ന് പറയുന്നത് ഏതോ ഒരു സഭയോ അല്ലെങ്കിൽ ഒരുപറ്റം ദൈവദാസന്മാരോ രൂപപ്പെടുത്തിയെടുത്ത ഒരു മാർഗമാണ് എന്ന് ചിന്തിക്കുന്നവർ ധാരാളമുണ്ട്. എന്നാൽ പരസ്യോഗത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ പരസ്യോഗം ബൈബിളിലുണ്ടോ? പരസ്യയോഗ പ്രസംഗത്തിൻ്റെ സൂചനകൾ ബൈബിൾ ചരിത്രത്തിലുണ്ടോ? അല്ലെങ്കിൽ സഭാചരിത്രത്തിൽ പരസ്യോഗങ്ങൾക്ക് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? പരസ്യോഗത്തെപ്പറ്റി എന്തെങ്കിലും സൂചനകളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധാരാളം സൂചനകൾ, തെളിവുകൾ, ചരിത്രങ്ങൾ നമുക്ക് പരസ്യോഗത്തെ സംബന്ധിച്ച് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ബൈബിളിൽ പരസ്യോഗങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. പരസ്യമായിട്ട് ദൈവിക സന്ദേശത്തെ വിളിച്ചു പറഞ്ഞ ധാരാളം വ്യക്തികളെ നമുക്ക് ബൈബിളിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ. അപ്പോൾ ബൈബിളിൽ പരസ്യോഗം ഉണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് പോലെ ഒരാൾ ലീഡ് ചെയ്ത് രണ്ടുപേര് പാട്ട് പാടി അല്ലെങ്കിൽ ട്രാക്ക് ഇട്ടോ തമ്പയർ അടിച്ചോ കീബോർഡോ വായിച്ച് പാട്ട് പാടി കഴുത്തിലോ കയ്യിലോ വാക്യ ബോർഡുകൾ തൂക്കിയോ പിടിച്ചോ നിന്നുകൊണ്ട് ട്രാക്റ്റുകൾ വിതരണം ചെയ്ത് ഒരാൾ വളരെ ഗംഭീരമായ ഒരു പ്രസംഗം നടത്തുന്ന ആ ഒരു ശുശ്രൂഷക്രമമല്ല നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. മറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പരസ്യ പ്രഭാഷണത്തെ കാണുന്നത് ദൈവീക സത്യങ്ങൾ, വരാൻ പോകുന്ന ന്യായവിധി പരസ്യമായി നിന്നുകൊണ്ട് മറ്റു ജനതയോട് പറഞ്ഞ ധാരാളം വ്യക്തികളെ നമുക്ക് വിശുദ്ധ ബൈബിളിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യൂദയുടെ പുസ്തകം 14-15 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഹാനോക്കിനെ കാണുകയാണ്. ഹാനോക്കിനെ കുറിച്ച് പറയുന്നത്, ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാൻ വരുന്നു എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു അല്ലെങ്കിൽ പ്രവചിച്ചു. ഇത് ഹാനോക്ക് ആരോടാണ് പറഞ്ഞത്? അന്നത്തെ ദൈവജനത്തോടല്ല പറഞ്ഞത്. അന്ന് പള്ളിയില്ല, അല്ലെങ്കിൽ മറ്റ് ആത്മീകരുടെ കൂടിവരവുകളൊന്നുമില്ല, അവരോടല്ല അദ്ദേഹം ഇത് പറഞ്ഞത്. മറിച്ച് ദൈവത്തെ അറിയാതെ ജീവിക്കുന്ന ജനതയോട് ഹാനോക്ക് വിളിച്ചു പറയുകയാണ്, കർത്താവ് എല്ലാവരെയും വിധിപ്പാൻ വരുന്നു. ഇപ്പോൾ ഹാനോക്ക് വരാൻ പോകുന്ന ന്യായവിധി, ദൈവിക സന്ദേശത്തെ പരസ്യമായി വിളിച്ചു പറഞ്ഞ ഒരു അഭിഷിക്തനാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം നോഹയെക്കുറിച്ച് പത്രോസിൻ്റെ ലേഖനത്തിൽ 2 പത്രോസ് 2-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ പത്രോസ് നോഹയെ നീതിപ്രസംഗി എന്നാണ് വിളിക്കുന്നത്. നോഹ എവിടെയെങ്കിലും പ്രസംഗിച്ചതായിട്ട് നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ നോഹയ്ക്ക് ദൈവം കൊടുത്തൊരു ദൗത്യം നമുക്കറിയാം, വരാൻ പോകുന്ന ന്യായവിധി. ആ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടേണ്ടതിന് വേണ്ടി ഒരു പെട്ടകം ഒരുക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നു, നോഹ പെട്ടകം പണിയുക മാത്രമായിരുന്നില്ല, താൻ മനസ്സിലാക്കിയ ദൈവീക സത്യത്തെ, വരാൻ പോകുന്ന ന്യായവിധിയെ താൻ ആ ജനതയോട്
വിളിച്ചു പറഞ്ഞു എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അതുകൊണ്ടായിരിക്കണം പത്രോസ് നോഹയെ നീതിപ്രസംഗി എന്ന് വിളിച്ചത്. അപ്പോൾ വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് നോഹ പ്രസംഗിക്കുന്നു, പെട്ടകമൊരുക്കുന്നു. ആ പെട്ടകത്തിൽ ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തിൽ വിശ്വസിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെയൊക്കെ വിട്ട് ദൈവത്തെങ്കിലേക്ക് മടങ്ങി വന്നാൽ ആ പെട്ടകത്തിലൂടെ രക്ഷ പ്രാപിക്കാൻ കഴിയുമെന്നുള്ള സന്ദേശം നോഹ പരസ്യമായിട്ട് പ്രസംഗിച്ചു. അതുകൊണ്ട് നമുക്ക് നോഹയെ ഒരു പരസ്യയോഗ പ്രഭാഷകനാക്കി, അല്ലെങ്കിൽ ഒരു പരസ്യ പ്രസംഗകനായി ദൈവിക സന്ദേശത്തെ മറ്റു ജനതയോട് അറിയിച്ചതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ അങ്ങനെ വിളിക്കുന്നതിൽ തെറ്റില്ല. നോഹയുടെ അന്നത്തെ ആ പ്രസംഗവും നമ്മുടെ ഇന്നത്തെ പ്രസംഗവും തമ്മിൽ ഒരു ബന്ധമുണ്ട്. നോഹ വിളിച്ചു പറഞ്ഞത് വരാൻ പോകുന്ന ന്യായവിധിയാണ്. പെട്ടകം ക്രിസ്തുവിൻ്റെ നിഴലാണ്. പെട്ടകത്തിലൂടെ കടന്നാൽ, അല്ലെങ്കിൽ പെട്ടകത്തിൽ പ്രവേശിച്ചാൽ ന്യായവിധിയിൽ നിന്ന് രക്ഷ നേടാം എന്നുള്ളതായിരുന്നു നോഹയുടെ സന്ദേശമെങ്കിൽ നമ്മളത് അതുതന്നെയാണ് വിളിച്ചു പറയുന്നത്. ഇന്ന് നമ്മുടെ തിരുക്കോണുകളിൽ നമ്മൾ വിളിച്ചു പറയുന്നത് അതുതന്നെയാണ്. വരാൻ പോകുന്ന ന്യായവിധി, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ആ ന്യായവിധിയിൽ നിന്ന് രക്ഷ നേടുവാൻ കഴിയും. മരണത്തിൽ നിന്ന് രക്ഷ നേടുവാൻ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ സാധ്യമാകുമെന്ന് നോഹയെപ്പോലെ തന്നെ ഇന്നും നാം വിളിച്ചു പറയുക. വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോഹയ്ക്കെന്ന് ഇന്ന് നമ്മുടെ കരങ്ങളിൽ ഉള്ളതുപോലെയുള്ള ആധുനിക സംവിധാനങ്ങൾ, ഉച്ചഭാഷണി ഒന്നും തന്നെ ഇല്ല. എങ്കിലും ആ സന്ദേശം അദ്ദേഹം അന്നത്തെ ജനതയോട് വിളിച്ചു പറഞ്ഞു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ നോഹ ചെയ്തതുപോലെ തന്നെ ഒരു ശുശ്രൂഷയാണ് നമ്മൾ ചെയ്തു വരുന്നത് എന്ന് പറയുന്നതിൽ അതിശയോക്തി ഒന്നും തന്നെ ഇല്ല എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ നമുക്ക് നോഹയെ പഴയ നിയമ സുവിശേഷകനായി, ഒരു പഴയ നിയമ പരസ്യ പ്രഭാഷകനെന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല. അപ്പോൾ ഹാനോക്കും നോഹയുമൊക്കെ ദൈവിക സന്ദേശത്തെ പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞവരാണ്. അപ്പോൾ തന്നെ നമുക്കറിയാം, യോന പ്രവാചകൻ നിനവയിൽ പോയി അദ്ദേഹം പ്രസംഗിക്കുവാനുള്ള ദൈവിക നിയോഗം അദ്ദേഹത്തിനുണ്ടാവുകയാണ്. അദ്ദേഹം നിനവയിൽ ചെല്ലുന്നു. ആധുനികമായ യാതൊരുവിധ സംവിധാനങ്ങളോ സഹായങ്ങളോ ഇല്ലാതിരിക്കുന്ന ആ കാലഘട്ടത്തിൽ എങ്ങനെ നോഹ ആ ദേശത്തോടൊരു പ്രസംഗിച്ചു എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. നമ്മൾ ആ പുസ്തകം വായിക്കുമ്പോൾ, യോന പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, യോന ആദ്യ ഒരു ദിവസത്തെ വഴി ചെന്ന് ഇനി 40 ദിവസം കഴിയുമ്പോൾ നിനവെ ഉന്മൂലനാശമാകുമെന്ന് ഘോഷിച്ചു തുടങ്ങിയെന്നാണ് കാണുന്നത്. അപ്പോൾ അദ്ദേഹം ആദ്യത്തെ ദിവസം ഒരു ദിവസത്തെ വഴി ദൂരം ചെന്നിട്ട് അദ്ദേഹം വിളിച്ചു പറയുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം, യോന ആ ദിവസങ്ങളിലെല്ലാം നിനവയുടെ പല തെരുവുകളിൽ, നിനവയുടെ പല ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ഈ ദൈവീക സന്ദേശത്തെ, വരാൻ പോകുന്ന ന്യായവിധി, അവർ മാനസാന്തരപ്പെടണം, ദൈവത്തെങ്കിലേക്ക് അവർ മടങ്ങി വരണമെന്നുള്ള സന്ദേശം അദ്ദേഹം നിനവയോട് പരസ്യമായിട്ട് അറിയിച്ചു എന്നത് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ പരസ്യമായിട്ട് താൻ വിളിച്ചു പറഞ്ഞു എന്ന് നാം അംഗീകരിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ യോനയും ഒരു പരസ്യ പ്രഭാഷകനായിരുന്നു എന്ന് നമുക്ക് യോനയുടെ പുസ്തകത്തിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇരമ്യാ പ്രവാചകൻ്റെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം, ഇരമ്യാവിനോട് ദൈവം പറയുകയാണ്, തൻ്റെ വചനം യഹൂദ പട്ടണങ്ങളിലും യെരൂശലേമിൻ്റെ വീഥികളിലും വിളിച്ചു പറയുക. യഹൂദ പട്ടണങ്ങളിലും യെരൂശലേമിൻ്റെ വീഥികളിലും ദൈവത്തിൻ്റെ വചനം, ദൈവത്തെ മറന്ന് ജീവിക്കുന്നവരോട് യഹൂദ പട്ടണങ്ങളിലും യെരൂശലേമിൻ്റെ തെരുവുകളിലും വിളിച്ചു പറയണമെന്ന് ഇരമ്യാ പ്രവാചകനെ ദൈവം ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഇരമ്യാവും പരസ്യമായി യഹൂദ പട്ടണങ്ങളിൽ, യെരൂശലേമിൻ്റെ തെരുവീഥികളിൽ നിന്നുകൊണ്ട് അദ്ദേഹം ദൈവീക വചനം, ദൈവത്തിൻ്റെ ആലോചന, ദൈവത്തിൻ്റെ ദൂതുകൾ പങ്കുവച്ചിട്ടുള്ള ഒരഭിഷിക്തനാണ് എന്ന് ഇരമ്യാ പ്രവാചകൻ്റെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ഇസ്രായേലിൻ്റെ ഇരുളടഞ്ഞ കാലഘട്ടത്തിൻ്റെ തിരശ്ശീലയെ മാറ്റിക്കൊണ്ട് യോഹന്നാൻ സ്നാപകൻ രംഗപ്രവേശനം ചെയ്യുകയാണ്. മാനസാന്തരപ്പെട്ടുകൊള്ളുവീൻ, സത്യദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞുകൊള്ളുവീൻ എന്നുള്ള സന്ദേശം നമുക്കറിയാം. യോഹന്നാൻ സ്നാപകൻ ഏതെങ്കിലും സിനഗോഗുകളിൽ നിന്നല്ല അദ്ദേഹം പ്രസംഗിച്ചത്. അദ്ദേഹം തെരുവിൽ നിന്നുകൊണ്ട് ആ സന്ദേശം വിളിച്ചു പറയുകയായിരുന്നു. അതിനുശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു
തൻ്റെ മിനിസ്ട്രി താൻ പള്ളിയിൽ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിലും സിനഗോഗുകളിൽ താൻ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിലും കൂടുതലും യേശുവിൻ്റെ പഠിപ്പിക്കലുകൾ, യേശുക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ, യേശുക്രിസ്തുവിൻ്റെ പ്രഭാഷണങ്ങൾ പരസ്യമായിട്ടായിരുന്നു എന്ന് നമുക്ക് സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യേശുക്രിസ്തു പാലസ്തീനിൻ്റെ എല്ലായിടത്തും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് ദൈവരാജ്യം പ്രസംഗിച്ചു കൊണ്ടിരുന്നു. കടൽ തീരവും പടകും മലയും താഴ്വരയും ഒക്കെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രസംഗ മേഖലകളായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. തിരുവെഴുത്തുകളിൽ യേശു പട്ടണങ്ങൾ തോറും പരസ്യമായി പ്രസംഗിച്ചു എന്ന് വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. മത്തായി സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം, മർക്കോസ് 6-ാം അധ്യായം 6-ാമത്തെ വാക്യം, 34-ാമത്തെ വാക്യം, 10-ാം അധ്യായം 1-ാമത്തെ വാക്യം, ലൂക്കോസ് സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. ഈ വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ യേശു പട്ടണങ്ങൾ തോറും പരസ്യമായിട്ട് പ്രസംഗിച്ചതായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. യേശു കടൽക്കരയിൽ പ്രസംഗിച്ചിട്ടുണ്ട്, മലകളിൽ പ്രസംഗിച്ചിട്ടുണ്ട്, സമതലങ്ങളിൽ യേശു പ്രസംഗിച്ചിട്ടുണ്ട്. യേശു പുരുഷാരത്തോട് പരസ്യമായിട്ട് പ്രസംഗിച്ചിട്ടുണ്ട്. ഇതൊക്കെ മത്തായി സുവിശേഷം 13-ന്റെ 1, മർക്കോസ് 4-ന്റെ 1, ലൂക്കോസ് 5-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. യേശു കടൽക്കരകളിൽ പ്രസംഗിച്ച ചരിത്രം നമുക്ക് കാണാൻ സാധിക്കുന്നു. മലകളിൽ പ്രസംഗിച്ചതായി മത്തായി സുവിശേഷം 5-ാം അധ്യായം 1-ാമത്തെ വാക്യം, യോഹന്നാൻ 6-ന്റെ 3. സമതലങ്ങളിൽ താഴ്വരകളിൽ നിന്നുകൊണ്ട് യേശു പ്രസംഗിച്ചത് ലൂക്കോസ് 6-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങൾ. ഈ ഭാഗങ്ങളിലൊക്കെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ദൈവരാജ്യ സംബന്ധമായ മാനസാന്തരപ്പെട്ടുകൊള്ളുവീൻ എന്നുള്ള സന്ദേശം, സത്യദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാനുള്ള ആഹ്വാന സന്ദേശം നമ്മുടെ കർത്താവ് പരസ്യമായി മലകളിലും താഴ്വരകളിലും പടകിലും മലയിലുമൊക്കെ നിന്നുകൊണ്ട് ജനതയോട്, പുരുഷാരത്തോട് പ്രസംഗിച്ചതായിട്ട് സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത ദൗത്യം, അവർക്ക് കൊടുത്ത കൽപ്പന, മത്തായി സുവിശേഷം 28-ന്റെ 19, മർക്കോസ് 16-ാം അധ്യായം 15-ാമത്തെ വാക്യം, ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 47-ാമത്തെ വാക്യം. നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി സുവിശേഷം പ്രസംഗിക്കാം. ഇതവിടുത്തെ പള്ളിയിലോ അല്ലെങ്കിൽ ദൈവജനം കൂടി വരുന്ന ഇടത്തോ എന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവർ പ്രസംഗിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ അവർ ഭൂലോകമൊക്കെയും പോയി പരസ്യമായിട്ട് സുവിശേഷം പ്രസംഗിക്കുന്ന ചരിത്രമാണ് നമുക്ക് വേദപുസ്തകത്തിലും മറ്റും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരെ അയച്ചത് തന്നെ പരസ്യമായി, പള്ളികളിൽ പ്രസംഗിക്കാനല്ല. അവർ പള്ളികളിൽ പ്രസംഗിച്ചിട്ടുണ്ട്, പക്ഷേ കൂടുതലും ഭൂലോകമൊക്കെയും പോയി ഈ സുവിശേഷം പ്രസംഗിക്കുക അല്ലെങ്കിൽ ഈ സന്ദേശം പ്രസംഗിക്കുക എന്ന് പറഞ്ഞത് അവരെ പരസ്യമായി പ്രസംഗിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് അയച്ചത് എന്നത് വളരെ സംശയമില്ലാത്ത കാര്യങ്ങൾ തന്നെയാണ്. ഇങ്ങനെ നമ്മൾ വേദപുസ്തകത്തിൽ ഉടനീളം നമ്മൾ കാണാൻ സാധിക്കുന്നതാണ്, പരസ്യമായി തെരുവുകളിൽ നിന്നുകൊണ്ട് ദൈവിക സന്ദേശത്തെ പ്രസംഗിച്ചവരെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ഏൽപ്പിച്ച ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷയാണ് പ്രസംഗം എന്ന് പറയുന്നത്. വേദപുസ്തകത്തിൽ ധാരാളം ഇവിടങ്ങളിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മർക്കോസ് 3-ന്റെ 14, 12, 16-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം, അപ്പോസ്തലപ്രവൃത്തി 18-ന്റെ 9, 1 തീമോഥെയോസ് 2-ന്റെ 7, 2 തീമോഥെയോസ് 1-ാം അധ്യായം 11, 2-ാം അധ്യായം 15 വാക്യങ്ങൾ, തീത്തോസിൻ്റെ ലേഖനം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം, 2-ാം അധ്യായം 15-ാമത്തെ വാക്യം. ഈ ഭാഗങ്ങളിലെല്ലാം പ്രസംഗിക്കുക, ഗൗരവത്തോടെ പ്രസംഗിക്കുക. അപ്പോൾ നമ്മെ ഏൽപ്പിച്ച ഒരു ദൗത്യമാണ് പ്രസംഗിക്കുക. അത് പള്ളിയിൽ മാത്രമല്ല, ഈ സന്ദേശം എവിടെല്ലാം പങ്കുവെക്കാൻ കഴിയും ആ മേഖലകളിലെല്ലാം പ്രസംഗിക്കുക. പ്രസംഗ ശുശ്രൂഷ തൻ്റെ ഭക്തന്മാരെ, തൻ്റെ അനുയായികളെ കർത്താവ് ഏൽപ്പിച്ച ഒരു ദൗത്യവും ഒരു ശുശ്രൂഷയും തന്നെയാണ് എന്ന് ഈ വാക്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രവർത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ യേശു നൽകിയ ഒരു മഹാനിയോഗമുണ്ട്, ഇല്ലയോ? നിങ്ങൾ പ്രസംഗിക്കുക, യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം പ്രസംഗിക്കുക. ഈ ദൗത്യം അപ്പോസ്തലന്മാർ ശിരസാ വഹിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ട് ഈ ദൗത്യം ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. യെരൂശലേമിൻ്റെ എല്ലാ മേഖലകളിലും അവർ പ്രസംഗിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 1 മുതൽ 7-ാം അധ്യായം 60-ാമത്തെ വാക്യം വരെ നമുക്ക് ഈ സംഭവത്തെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. യഹൂദിയിലും ശമര്യയിലുമുള്ള അവരുടെ പ്രവർത്തനങ്ങൾ അപ്പോസ്തലപ്രവൃത്തി
8-ാം അധ്യായം മുതൽ നമ്മൾ അതാണ് കാണാൻ സാധിക്കുന്നത്. ഭൂമിയുടെ അറ്റത്തോളമുള്ള അവരുടെ സുവിശേഷ പ്രസംഗങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു. അപ്പോൾ പ്രസംഗിക്കുക എന്നുള്ള ഈ ദൗത്യം, പരസ്യമായിട്ട് ഈ സന്ദേശത്തിൻ്റെ വക്താക്കളാവുക എന്നുള്ള ഈ ദൗത്യം അവർ ഏറ്റെടുത്തുകൊണ്ട് വളരെ കൃത്യമായി അപ്പോസ്തലന്മാർ ചെയ്യുന്നതായിട്ട് നമുക്ക് വേദപുസ്തക ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നു. ഇവരെല്ലാം തെരുക്കോണുകളിൽ നിന്നുകൊണ്ട്, പൊതുവേദികളിൽ നിന്നുകൊണ്ട് പരസ്യമായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രസംഗിച്ച ചരിത്രമാണ് സുവിശേഷങ്ങളിലും അപ്പോൾ തന്നെ അപ്പോസ്തല പ്രവൃത്തികളിലും പുസ്തകത്തിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ അപ്പോസ്തലന്മാർ പരസ്യ പ്രഭാഷണത്തിലൂടെ ക്രിസ്തുവിൻ്റെ മാർഗം റോമൻ സാമ്രാജ്യത്തിൽ ഉടനീളം പങ്കുവെക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്, വായിക്കാനായിട്ട് കഴിയുന്നുണ്ട്. പ്രതികൂല സാഹചര്യങ്ങളിൽ ചിതറിപ്പോയ ശിഷ്യന്മാരുണ്ട്. അവരെവിടെയെങ്കിലും പോയി ഒളിച്ചു പാർക്കുകയല്ലായിരുന്നു. അവർ ചെന്നിടത്തൊക്കെ അവർ പരസ്യമായിട്ട് പ്രസംഗിക്കുകയായിരുന്നു. നമുക്കറിയാം, ഫിലിപ്പോസിനെ കുറിച്ച് നമ്മൾ കാണുന്നു. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് പ്രസംഗിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 4-ാമത്തെ വാക്യം, 11-ാം അധ്യായം 19-ാമത്തെ വാക്യം, 20-ാമത്തെ വാക്യം, ഈ വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തലന്മാർ അവർ പോയ സ്ഥലങ്ങളിലൊക്കെ പരസ്യമായിട്ട് പ്രസംഗിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. പത്രോസും യോഹന്നാനും ശമര്യരുടെ അനേകം ഗ്രാമങ്ങളിൽ ചെന്ന് പ്രസംഗിച്ച ചരിത്രം, പരസ്യമായിട്ട് പ്രസംഗിച്ച ചരിത്രം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവർ ചെന്നിടത്തെല്ലാം ഇവർ സുവിശേഷം അറിയിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. ഈ അറിയിച്ചു എന്നുള്ളിടത്ത് ഇംഗ്ലീഷ് ബൈബിളിൽ നമ്മൾ കാണുന്നത് പ്രീച്ചഡ് എന്നാണ്. അവർ പ്രസംഗിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ശിഷ്യന്മാർ വളരെ കൃത്യമായിട്ട് കർത്താവ് അവരെ ഏൽപ്പിച്ച ആ ദൗത്യം, ആ പ്രസംഗ ശുശ്രൂഷ പരസ്യമായിട്ട് പൊതുവിടങ്ങളിൽ നിന്ന് പ്രസംഗിച്ച ചരിത്രമാണ് നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പൗലോസിൻ്റെ മിനിസ്ട്രി അല്ലെങ്കിൽ തൻ്റെ ശുശ്രൂഷ, തൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങളെ നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നമുക്ക് ഈ ചരിത്രം വളരെ കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പട്ടണങ്ങൾ തോറും പ്രസംഗിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായം 7-ാമത്തെ വാക്യം, 20-ാമത്തെ വാക്യം, 23-ാമത്തെ വാക്യം. പുഴവക്കത്ത് അവർ പ്രസംഗിക്കുന്നു. 16-ാം അധ്യായം 13-ാമത്തെ വാക്യം അപ്പോസ്തല പ്രവൃത്തി. ചന്തസ്ഥലങ്ങളിൽ പ്രസംഗിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം 17-ാമത്തെ വാക്യം. അഥേനയിലെ ബുദ്ധിജീവികൾ എല്ലാവരും കൂടെ കൂടുന്ന ഒരു സ്ഥലമുണ്ട്, പൊതുസ്ഥലം എന്ന് പറയുന്നിടത്ത്, അതിന് ദ അഗോറ എന്ന് പറയുന്ന ആ സ്ഥലത്ത് അവർ അപ്പോസ്തലന്മാർ പരസ്യമായിട്ട് പ്രസംഗിച്ചിരുന്നു. ലജ്ജ കൂടാതെ വളരെ ആത്മാർത്ഥമായിട്ട്, ആത്മനിയോഗത്തോടെ, ആത്മശക്തിയോടുകൂടെ അപ്പോസ്തലന്മാർ പ്രസംഗിക്കുന്നതായി കാണാൻ സാധിക്കുന്നു. അഥേനയിൽ അവർ അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 20-ാമത്തെ വാക്യമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ 17-22 നമ്മൾ കാണുന്നുണ്ട്. അവർ അഥേന പോലെയുള്ള പട്ടണങ്ങളിലൊക്കെ അവർ പരസ്യമായിട്ട് പ്രസംഗിച്ചവരായിരുന്നു എന്ന് കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വായിക്കുന്ന ഒരു പ്രയോഗമാണ് ദൈവവചനം പരന്നു. അപ്പോസ്തല പ്രവൃത്തി 6-7, 12, 12-ാം അധ്യായം 24-ാമത്തെ വാക്യം, 19-ാം അധ്യായം 20-ാമത്തെ വാക്യം. ഇവിടെയൊക്കെ നമ്മൾ കാണുന്നുണ്ട് ദൈവവചനം പരന്നു. ദൈവവചനം പരന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവവചനം പ്രചരിച്ചു എന്നാണ്. എങ്ങനെയാണത് പ്രചരിച്ചത്? അത് അപ്പോസ്തലന്മാരുടെ പരസ്യമായ പ്രസംഗങ്ങളിലൂടെയാണ് ആ ദൈവവചനം പരന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ പരസ്യയോഗം എന്ന് പറയുന്നത്, പരസ്യ പ്രഭാഷണം എന്ന് പറയുന്നത്, തെരുവ് പ്രസംഗം എന്ന് പറയുന്നത് അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഏതെങ്കിലും സഭ രൂപപ്പെടുത്തിയെടുത്ത ഏതെങ്കിലും ഒരുപറ്റം കർത്തൃദാസന്മാർ ഒന്നിച്ച് കൂടിയിരുന്ന് ആലോചിച്ച് രൂപപ്പെടുത്തിയെടുത്ത, ഒരുക്കിയെടുത്ത ഒരു സുവിശേഷീകരണ പ്രവർത്തന രീതിയല്ല, മാർഗമല്ല പരസ്യയോഗമെന്ന് പറയുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ പ്രാരംഭ ചരിത്രം മുതലേ നമുക്ക് ഈ ദൗത്യം ഇങ്ങനെ പരസ്യമായിട്ട് പൊതുജനത്തോട് ദൈവിക സന്ദേശങ്ങളെ പങ്കുവെച്ചവരെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഹാനോക്ക്, നോഹ, യോനാ പ്രവാചകൻ, യോഹന്നാൻ സ്നാപകൻ, ഇരമ്യാവ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, അപ്പോസ്തലന്മാർ, ആദിമ നൂറ്റാണ്ടിലെ അഭിഷിക്തന്മാർ, ഇവരെല്ലാവരും പൊതുവിടങ്ങളിൽ നിന്നുകൊണ്ട് പരസ്യമായിട്ട് ദൈവിക സന്ദേശത്തെ, വരാൻ പോകുന്ന ന്യായവിധിയെ, ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷയെ വളരെ ശക്തമായിട്ട് പ്രസംഗിച്ചവരാണ്. അതുകൊണ്ട് ഈ കാലയളവുകളിൽ പരസ്യയോഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ പരസ്യയോഗ പ്രഭാഷകരെ, പരസ്യയോഗ പ്രവർത്തകരെ പരിഹസിക്കുകയും വിമർശിക്കുകയും
അവർക്ക് കൊടുക്കേണ്ടുന്ന വിലയോ മൂല്യമോ ഒന്നും കൊടുക്കാതിരുന്നവരെ മാറ്റി നിർത്തുമ്പോൾ നമ്മൾ നിരാശപ്പെടേണ്ടതിൻ്റെ ആവശ്യകത ഒന്നും തന്നെ ഇല്ല. ഇത് പഴയ നിയമ അഭിഷിക്തന്മാർ ചെയ്ത ശുശ്രൂഷയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ചെയ്ത ശുശ്രൂഷയാണ്. അപ്പോസ്തലന്മാരെ കർത്താവ് ഭരമേൽപ്പിച്ച ശുശ്രൂഷയാണ്. നാം അവരുടെ ഒരു ഭാഗമാണ്. അവർ ചെയ്ത ആ മഹനീയമായ ആ ശുശ്രൂഷ നമ്മൾ ഇന്നും അനസ്യൂതം തുടരുന്നു എന്ന് മനസ്സിലാക്കി ദൈവത്തിന് മഹത്വം കൊടുക്കുകയും നമ്മളെ അതിനുവേണ്ടി വിളിച്ച, നമ്മളെ അതിനുവേണ്ടി ഒരുക്കിയ, നമ്മളെ അതിനുവേണ്ടി അഭിഷേകം ചെയ്ത ആ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പിന്നെയും നമ്മുടെ വേലകളിൽ നമ്മുടെ ദൗത്യത്തിൽ നമ്മൾ വ്യാപൃതരാകുക എന്നുള്ളതാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു, പരസ്യോഗ പ്രഭാഷണം ദൈവിക പദ്ധതിയാണ്. ദൈവത്തിൻ്റെ ജനം, ദൈവത്തിൻ്റെ ദാസന്മാർ ദൈവജനത്തെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കേണ്ടതിന് വേണ്ടി അവർ ആത്മനിയോഗത്തോടുകൂടെ ചെയ്ത ഒരു ശുശ്രൂഷയാണ് പരസ്യ പ്രഭാഷണങ്ങൾ എന്ന് നാം മനസ്സിലാക്കി ശക്തിയോടെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ തന്നെ നമ്മൾ സഭാചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്, ഇന്ന് നമ്മൾ പഠിക്കുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്ന സ്പർജൻ പോലെയുള്ള, D.L. മൂഡി പോലെയുള്ള ധാരാളം വ്യക്തികൾ, അവരൊക്കെ പരസ്യോഗ പ്രഭാഷകരായിരുന്നു, തെരുവ് പ്രഭാഷകരായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. നമുക്കറിയാം, ഒരു ബാപ്റ്റിസ്റ്റ് പ്രഭാഷകനായിരുന്നു C.H. സ്പർജൻ. പ്രസംഗകരുടെ പ്രഭു എന്നാണ് സ്പർജൻ അറിയപ്പെടുന്നത്. അദ്ദേഹം പരസ്യോഗത്തെപ്പറ്റി അദ്ദേഹം പറഞ്ഞ ഒരു വലിയ പ്രയോഗമുണ്ട്. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്: സുവിശേഷം കേൾക്കുവാൻ സാധ്യതയില്ലാത്ത ആളുകളെ സുവിശേഷം കേൾക്കുവാൻ പ്രേരിപ്പിക്കുന്നതിൽ പരസ്യ പ്രസംഗങ്ങൾ നല്ല പങ്കു വഹിച്ചിരുന്നു എന്നാണ്. അദ്ദേഹം പറഞ്ഞ പ്രയോഗം ഇങ്ങനെയാണ്: സുവിശേഷം കേൾക്കുവാൻ സാധ്യതയില്ലാത്ത ആളുകളെ സുവിശേഷം കേൾക്കുവാൻ പ്രേരിപ്പിക്കുന്നതിൽ പരസ്യ പ്രസംഗങ്ങൾ വലിയ പങ്ക് വഹിച്ചിരുന്നു എന്നതാണ്. വളരെ പരമാർത്ഥമായ കാര്യം തന്നെയാണ്. ഈ കാലഘട്ടം നാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വ്യക്തിപരമായ സുവിശേഷം പറയാൻ പല പ്രതികൂലങ്ങളും പ്രതിസന്ധിയുള്ളൊരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ ഉച്ചഭാഷണയുടെ സഹായത്തോടെ പരസ്യയോഗങ്ങളിൽ നമ്മൾ പ്രസംഗിക്കുമ്പോൾ, പാടുമ്പോൾ, ഇവരെന്താണ് പാടുന്നത് അല്ലെങ്കിൽ ഇവരെന്താണ് പ്രസംഗിക്കുന്നത് എന്ന് കേൾക്കാനെങ്കിലും ധാരാളം വ്യക്തികൾ ഈ പരസ്യയോഗത്തിന് കാതോർക്കാറുണ്ട്. അങ്ങനെയെങ്കിലും അവർ ആ സന്ദേശം കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുകയാണ് എന്നുള്ള കാര്യം നാം വിസ്മരിച്ചു പോകരുത്. അപ്പോൾ C.S. സ്പർജൻ, അദ്ദേഹം ഒരു തെരുവ് പ്രഭാഷകനായിരുന്നു. പ്രസംഗങ്ങളുടെ പ്രഭു എന്നറിയപ്പെടുന്ന സ്പർജൻ ഒരു തെരുവ് പ്രഭാഷകനായിരുന്നു എന്ന് പറയുന്നതിൽ ഞാൻ ഒത്തിരി സന്തോഷിക്കും. അപ്പോൾ തന്നെ ഫ്രാൻസിസ് ഓഫ് അസീസി, അദ്ദേഹം പോപ്പിൽ നിന്ന് അനുമതി വാങ്ങി എല്ലായിടത്തും മാനസാന്തരം അദ്ദേഹം പ്രസംഗിച്ചു. ചന്തസ്ഥലങ്ങളിലും പള്ളിപ്പടികളിലും അതുപോലെ കോട്ടമുറ്റങ്ങളുടെ ചുവരുകളിലുമൊക്കെ നിന്നുകൊണ്ട് അദ്ദേഹം പരസ്യമായിട്ട് ദൈവിക സന്ദേശം വിളിച്ചു പറഞ്ഞ ഒരു അഭിഷിക്തനായിരുന്നു, അല്ലെങ്കിൽ ഒരു കർത്തൃദാസനായിരുന്നു എന്ന് നാം മറന്നു പോകരുത്. റഗൻസ്ബർഗിലെ ബെർത്തോൾഡ്, പാതുവയിലെ അന്തോണിസ്, സിയാനിയിലെ ബെർണാഡിനോ എന്നിവർ പള്ളികളുടെ പുറത്ത് തെരുവുകളിൽ പ്രസംഗിച്ച ഫ്രാൻസിസിൻ്റെ അനുയായികളായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവർ ദൈവവചനത്തെ അവർ ഇതുപോലെ പള്ളികൾക്ക് പുറത്ത് തെരുവുകളിൽ പ്രസംഗിച്ചിട്ടുള്ള കർത്തൃദാസന്മാരായിരുന്നു. നമുക്കറിയാം, നവീകരണത്തിൻ്റെ പ്രഭാത നക്ഷത്രം എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ജോൺ വിക്ലിഫിനെ കുറിച്ച് പറയുന്നത്, അദ്ദേഹം തെരുവുകളിലും ചന്തസ്ഥലങ്ങളിലും പ്രസംഗിച്ചിരുന്ന ഒരു കർത്തൃദാസനാണ്. ആദ്യകാല പ്രൊട്ടസ്റ്റൻ്റ് പരിഷ്കർത്താക്കളിൽ ഒരുവനായിരുന്ന വില്യം ഫാരൽ അദ്ദേഹം തെരുവ് പ്രഭാഷകനായിരുന്നു. അദ്ദേഹം എല്ലാ കുറ്റിയും കല്ലും പ്രസംഗപീഠമാക്കുകയും ഓരോ വീടും ഓരോ തെരുവും ചന്തസ്ഥലങ്ങളും താൻ പള്ളികളാക്കി മാറ്റി. എന്ന് പറഞ്ഞാൽ പള്ളി കൊണ്ട് ഒതുങ്ങാതെ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കാണുന്ന തെരുവുകളിൽ പോകുമ്പോൾ, പൊതുവിടങ്ങളിൽ, പരസ്യ സ്ഥലങ്ങളിൽ പോകുമ്പോൾ അദ്ദേഹം കാണുന്ന കുറ്റിയും കല്ലുമൊക്കെ തൻ്റെ പ്രസംഗപീഠമാക്കിക്കൊണ്ട് അവിടെ നിന്ന് പൊതുജനത്തോട് വിളിച്ചു പറയുന്ന ഒരു അനുഗ്രഹീത പ്രഭാഷകനായിരുന്നു വില്യം ഫാരൽ എന്ന് നമ്മളെ ചരിത്രം പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ ജോൺ നോക്സ്, ഇവരൊക്കെ പരസ്യമായിട്ട് ദൈവിക സന്ദേശം, സുവിശേഷം പ്രസംഗിച്ചവരായിരുന്നു. മെത്തഡിസ്റ്റ് സഭാ സ്ഥാപകനായിരുന്ന ജോർജ് വൈറ്റ്ഫീൽഡ്, അദ്ദേഹം പരസ്യയോഗ പ്രഭാഷകനായിരുന്നു.
അതുപോലെ തന്നെ അവരുടെ കോളനികളിലൊക്കെ ജനക്കൂട്ടത്തോട് പ്രസംഗിക്കുവാൻ വേണ്ടി അദ്ദേഹവും ജോൺ വൈറ്റ്ഫീൽഡ്, ജോൺ വെസ്ലി ഇവരൊക്കെ ആ തെരുവുകളിൽ പ്രസംഗിക്കുമായിരുന്നുവെന്ന് സഭാചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗിഡിയൻ ഔസ്ലി എന്ന് പറയുന്ന ഒരു കർത്തൃദാസൻ, അദ്ദേഹം കുതിരപ്പുറത്ത് സഞ്ചരിച്ച് അയർലൻഡിലുടനീളം പരസ്യമായിട്ട് പ്രസംഗിച്ച ഒരു കർത്തൃദാസനാണ്. സ്കോട്ട്ലൻഡിൽ ബാപ്റ്റിസ്റ്റ് പ്രവർത്തനങ്ങൾക്ക് ശക്തി ആർജിച്ചത് തെരുവ് പ്രസംഗത്തിൻ്റെ സ്വാധീനതയിലാണ്. ഇങ്ങനെ ധാരാളം പേരുകൾ നമുക്ക് ഇതുപോലെ തെരുവിൽ നിന്ന് പ്രസംഗിച്ചവരെ സഭാചരിത്രത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എല്ലാ പേരുകളും പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. പരസ്യോഗം അറിയേണ്ടതെല്ലാം എന്ന് ഞാൻ എഴുതിയൊരു പുസ്തകത്തിൽ പരസ്യമായിട്ട് തെരുവുകളിൽ നിന്ന് പ്രസംഗിച്ച ധാരാളം പേരെ സഭാചരിത്രത്തിൽ നിന്ന് അവരുടെ പ്രവർത്തനങ്ങൾ ലഘുവായിട്ട് ഈ പുസ്തകത്തിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ചില പേരുകൾ മാത്രമാണ് ഇവിടെ ഞാൻ ഉദ്ധരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആധുനിക മിഷണറി പ്രവർത്തനത്തിന് ആരംഭം കുറിച്ച വില്യം കേറി, ഇവിടെ സതിയൊക്കെ നിർത്തലാക്കുവാൻ വേണ്ടി വളരെ അധ്വാനം ചെയ്ത, സുവിശേഷം നമ്മുടെ രാജ്യത്ത് വിതറിയ, പാകിയ വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു മിഷണറിയായിരുന്ന വില്യം കേറി. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, അദ്ദേഹം ഇന്ത്യയിലെ തെരുവുകളിൽ അദ്ദേഹത്തിന് ചെന്നെത്താൻ കഴിയുന്ന ഇടങ്ങളിലൊക്കെ അദ്ദേഹം പരസ്യമായിട്ട് സുവിശേഷം, യേശുവിൻ്റെ സ്നേഹം വിളിച്ചു പറഞ്ഞ ഒരു കർത്തൃദാസനാണ് എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ തന്നെ C.H. സ്പർജൻ, D.L. മൂഡി, ബില്ലി ഗ്രഹാം തുടങ്ങിയവരെല്ലാം പ്രശസ്തരായ പ്രഭാഷകരാണ്. ഇവരുടെ എല്ലാവരുടെയും തുടക്കം തെരുവുകളിൽ നിന്നായിരുന്നു എന്ന് സഭാചരിത്രം വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു. സ്പർജനെക്കുറിച്ച് നമ്മൾ മുമ്പേ ചിന്തിച്ചതാണ്. സ്പർജനെക്കുറിച്ച് മറ്റൊരു കാര്യം പറയാം. സ്പർജൻ തൻ്റെ 16-ാം വയസ്സ് മുതൽ ലണ്ടൻ തെരുവുകളിൽ പ്രസംഗിച്ച ഒരു കർത്തൃദാസനായിരുന്നു. ഡ്വൈറ്റ് എൽ മൂഡി ചിക്കാഗോ പ്രദേശത്തെ ഒരു പ്രശസ്തനായ തെരുവ് പ്രഭാഷകനായിരുന്നു. അതുപോലെ തന്നെ മൈക്ക് ആംസ്ട്രോങ്, റേ കംഫർട്ട്, സാമുവേൽ ചേമ്പേഴ്സ്, ജോൺ ഹസ് ഇവരൊക്കെ തെരുവിൽ നിന്നുകൊണ്ട് പ്രസംഗിച്ചവരായിരുന്നു. ഇവരൊക്കെ തെരുവ് പ്രഭാഷകരായിരുന്നു, പരസ്യയോഗ പ്രഭാഷകരായിരുന്നു എന്ന് സഭാചരിത്രം നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടങ്ങളിൽ വളരെ ശക്തമായിട്ട് ധാരാളം പരസ്യയോഗങ്ങൾ നടക്കുമ്പോൾ അപ്പോൾ തന്നെ ഇതിനെ വിമർശിക്കുകയും പരിഹസിക്കുകയും ഒരു വിലയുമില്ലാത്ത ഒരു ശുശ്രൂഷയാണ് എന്ന് കണ്ട് തള്ളിക്കളയുകയും ചെയ്യുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കുക. പരസ്യയോഗത്തിന് വേണ്ടി പരസ്യയോഗത്തിൽ പാടുവാനും പ്രസംഗിക്കുവാനും പരസ്യയോഗത്തിൽ പ്രവർത്തിക്കുവാനും ദൈവം നമ്മളെ വിളിച്ചത് ഇതൊരു നിസ്സാര വിളിയല്ല എന്ന് മനസ്സിലാക്കി വേദപുസ്തകത്തിൽ മുഴുവനും നാം കാണുന്ന ഒരു മഹനീയ ശുശ്രൂഷയാണ്. ദൈവീക സന്ദേശത്തെ പരസ്യമായി അറിയിച്ചവർ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉണ്ട്. അവർ ചെയ്ത ആ ശുശ്രൂഷ ദൈവം നമ്മെ കൃപയാൽ ഭരമേൽപ്പിച്ച് നാം ഇന്നും ചെയ്തു വരികയാണ് എന്ന് മനസ്സിലാക്കി വളരെ സന്തോഷത്തോടെ ഈ സന്ദേശത്തിൻ്റെ അല്ലെങ്കിൽ ഈ ശുശ്രൂഷയുടെ വക്താക്കളായി, ഭാഗവാക്കുകളായി നാം പിന്നെയും ശക്തിയോടെ നിൽക്കണമെന്നാണ് നമ്മുടെ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നുവരെയാണ് ഈ കവലപ്രസംഗങ്ങൾ അല്ലെങ്കിൽ പരസ്യയോഗങ്ങളുടെ ആയുസ്, ദൈർഘ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. മത്തായി സുവിശേഷം 24:14 രാജ്യത്തിൻ്റെ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോഴാണ് അവസാനം ഉണ്ടാകുക. പ്രസംഗിക്കുക എന്നുള്ളത് പള്ളിയിൽ മാത്രമല്ല, സഭകളിൽ മാത്രമല്ല, AC റൂമിൽ മാത്രമല്ല. പ്രസംഗിക്കേണ്ടത് കർത്താവിൻ്റെ വരവ് വരെയാണ്. പരസ്യയോഗ പ്രസംഗങ്ങൾ ഇന്നുവരെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പരിഹാസങ്ങൾ, എത്ര നിന്ദകൾ, എത്ര പഴികൾ, എത്ര പ്രതിസന്ധികൾ വന്നാലും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവ് വരെയാണ് പരസ്യയോഗ പ്രസംഗങ്ങൾ എന്ന് മനസ്സിലാക്കി കർത്താവിൻ്റെ വരവ് വരെ, ആ വാക്യം ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, രാജ്യത്തിൻ്റെ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോഴവസാനം ഉണ്ടാകുകയാണ്. അതുകൊണ്ട് ഇത് നമ്മളെ കർത്താവ് ഏൽപ്പിച്ച കർത്താവിൻ്റെ വരവ് വരെ നാം ചെയ്യേണ്ടുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ശുശ്രൂഷയാണ് പരസ്യയോഗ ശുശ്രൂഷ എന്ന് മനസ്സിലാക്കി ഹാനോക്ക് ചെയ്തതാണ്, നോഹ ചെയ്തതാണ്, യോന ചെയ്തതാണ്, ഇരമ്യാവ് ചെയ്തതാണ്, യോഹന്നാൻ സ്നാപകൻ ചെയ്തതാണ്, കർത്താവായ യേശുക്രിസ്തു ചെയ്തതാണ്, അപ്പോസ്തലന്മാർ ചെയ്തതാണ്, പൗലോസ് ചെയ്തതാണ് എന്ന് മനസ്സിലാക്കി ഇന്നും നാം ആ ശുശ്രൂഷയുടെ ഭാഗമായിക്കൊണ്ട് കർത്താവിൻ്റെ സന്ദേശത്തെ, ദൈവിക സന്ദേശത്തെ, സുവിശേഷത്തെ മറ്റുള്ളവരിലേക്ക് അറിയിക്കുവാൻ
നാം കടപ്പെട്ടവരാണ്. അത് നമ്മുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന ഒരു നിയോഗമാണ്, ദൈവ പദ്ധതിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിമർശനങ്ങളെ മൈൻഡ് ചെയ്യാതെ, പരിഹാസങ്ങളെ, നിന്ദകളെ ഒന്നും ഗൗനിക്കാതെ നമ്മെ കർത്താവ് ഭരമേൽപ്പിച്ച ശുശ്രൂഷയാണെന്ന് മനസ്സിലാക്കി നമുക്ക് വളരെ ശക്തിയോടെ, ആത്മാർത്ഥതയോടെ, ആത്മസമർപ്പണത്തോടെ ഈ ശുശ്രൂഷയുടെ ഭാഗവാക്കുകളായി നാളെയും അതിശക്തമായി തെരുവുകളിൽ പാട്ടിലൂടെയും പ്രഭാഷണത്തിലൂടെയും നമ്മുടെ കർത്താവിനെ നമുക്ക് ഉയർത്തുവാൻ പിന്നെയും ദൈവം നമുക്ക് കൃപ നൽകട്ടെ, അവസരം നൽകട്ടെ. ദൈവം അതിനായി നമ്മളെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. ദൈവം ഇവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.